പത്തിയൂരിലെ നിരവധി ബി.ജെ.പി. കോൺഗ്രസ് പ്രവർത്തകർ CPM-ൽ ചേർന്നു. നേതാക്കളടക്കമാണ് CPM-ലേക്ക് എത്തിയതെന്ന് CPM നേതാക്കൾ പറഞ്ഞു. പുതുതായി പാർട്ടിയിലെത്തിയവരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു. പത്തിയൂരിൽ നേതാക്കളടക്കം നിരവധി ബി.ജെ.പി. കോൺഗ്രസ് പ്രവർത്തകരാണ് CPM-ൽ ചേർന്നത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ ഉഷാകുമാരി, പ്രവർത്തക കാഞ്ചന, 7ാം വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജയപാലൻ, ഭാര്യ ജഗദമ്മ, ബി.ജെ.പി. പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ സഹോദരൻ വടശ്ശേരിൽ ബാബു, ഭാര്യ തങ്കമണി, പ്രവർത്തകനായ ചന്ദ്രൻപിള്ള, ബി.ജെ.പി. ബൂത്ത് ഭാരവാഹി സുജിത്ത്, ഭാര്യ സജിത, രാമപുരത്തെ കോൺഗ്രസ് ബൂത്ത് ഭാരവാഹി സജി വാണൂലിൽ അടക്കം നിരവധി പേരാണ് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് CPM നേതാക്കൾ പറഞ്ഞു. വർത്തമാനകാല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തെ വർഗീയവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂട ഭീകരതയും വർഗീയവാദ വിഘടനവാദം ഉയർത്തുവാനുള്ള ശ്രമത്തിനുമെതിരെ ഒട്ടേറെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും അവരെല്ലാവരും നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ പത്തിയൂരിൽ കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീമതി ഉഷാകുമാരി ഈ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. ഉഷാകുമാരിയെ പൂർവ്വം CPM-ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി കോൺഗ്രസിൻ്റെ 2ാം വാർഡിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശ്രീമതി കാഞ്ചന ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. ശ്രീമതി കാഞ്ചനയെ സ്നേഹപൂർവ്വം ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ 7ാം വാർഡിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന ബഹുമാന്യനായ ശ്രീ ജയപാലനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജഗദമ്മയും ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. അവരെ ഹൃദയപൂർവ്വം ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. S. വാസുദേവൻപിള്ള രക്തസാക്ഷി നഗറിൽ നടന്ന ചടങ്ങിൽ പാർട്ടിയിലേക്ക് പുതിയതായി വന്നവരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസിൻ്റെയും ബി.ജെ.പിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരും പഞ്ചായത്ത് മെമ്പറും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും എല്ലാമായിരുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് CPIM-ലേക്ക് കടന്നു വരാൻ തീരുമാനിച്ച് ഇവിടെ വാസുദേവൻപിള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നമ്മൾ അവരെ വളരെ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം വരെ നമ്മൾ നമ്മുടെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. ഇതൊരു കള്ളക്കണക്കല്ല, ഇത് വളരെ കൃത്യമായ കണക്കാണ്. ബി.ജെ.പിക്കാർ ചെയ്യുന്ന പോലെ ഒരാളിനെ കൊണ്ടുവന്നിട്ട് 258 പേരെ കൊണ്ടുവരുമെന്ന് പറയുന്ന കണക്കല്ല ഇത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരാൾ പോയി കഴിഞ്ഞാൽ 100 പേര് വരുന്ന രൂപത്തിലുള്ള ആളുകളാണ് CPM-ൽ നിന്ന് പുറത്തു പോയ 2 പേർ. അതിൻ്റെ ഭാഗമായി തന്നെ പത്തിയൂർ പഞ്ചായത്തിൽ അനേകം പേർ അവരുടെ എല്ലാം പീഡനങ്ങളും ആക്രമണങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയ അനേകം പേർ പുതുതായിട്ട് പാർട്ടിയിലേക്ക് വരികയാണ്. അതിൻ്റെ തുടക്കമെന്ന രൂപത്തിൽ ഇവിടെ വന്നിട്ടുള്ള ഇവരെല്ലാം നിങ്ങളുടെ അനുമതിയോടുകൂടി, നിങ്ങളുടെ അംഗീകാരത്തോടുകൂടി CPM-ലേക്ക് സ്വീകരിക്കുകയാണ്. വളരെ ആഹ്ലാദപൂർവ്വം അവരെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി സ്വീകരിക്കുകയാണ്. അവരെ പാർട്ടിയിലെ സജീവ പ്രവർത്തകരായി ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയണം എന്ന് ആശംസിച്ചുകൊണ്ട് അവരെല്ലാം ഒരിക്കൽ കൂടി നമ്മുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P. അരവിന്ദാക്ഷൻ, P. ഗാനകുമാർ, N. ശിവദാസൻ, നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, CPM ഏരിയ കമ്മിറ്റി അംഗം P. പ്രഭാകരൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. രാജേഷ്, G. ഹരികുമാർ, മനു ചെല്ലപ്പൻ, ശിശുപാലൻ, രമേശൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ സമ്മേളന നഗറിൽ ഉയർത്താനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ നയിച്ച കൊടിമര ജാഥയ്ക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകർ ജാഥയെ സ്വീകരിക്കാനെത്തി. നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കൊടിമര ജാഥ എത്തിയത്. CD ന്യൂസ്, കായംകുളം.